പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 14-ാം ഡിവിഷനിലെ വളരെ ഊർജ്ജസ്വലനായ UDFിൻ്റെ സാരഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയാണ് വാർഡിലെ വികസന കാഴ്ചപ്പാട്? പയ്യോളി നഗരസഭയെ 14-ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ വികസന സാധ്യതകളുള്ള ഒരു ഡിവിഷനാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പിറകുവശത്തായിട്ടുള്ള കോവപ്പുറം തുരുത്ത് ടൂറിസം രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു തുരുത്താണ്. ഇവിടെ അപൂർവ ഇനം പക്ഷികളും കണ്ടൽക്കാടുകളും ജൈവ സമ്പത്തും ഉള്ള ഒരു പ്രദേശമാണ്. നിർദ്ദിഷ്ട പയ്യോളി നഗരസഭയിലെ മുനിസിപ്പൽ ബയോ പാർക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പയ്യോളി നഗരസഭയുടെ മുനിസിപ്പൽ ബയോ പാർക്ക് ഇവിടെ പ്രകൃതിയുടെയും പരിസ്ഥിതിക്കിണങ്ങുന്ന രീതിയിൽ പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥക്ക് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു മുനിസിപ്പൽ ബയോ പാർക്ക് ഇവിടെ സ്ഥാപിക്കും. അതിന് ഞാൻ മുൻകൈയെടുക്കും. 1995 കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിലാണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും 3 റൗണ്ട് പൂർത്തിയായപ്പോൾ ജനങ്ങളുമായി ദൈനംദിനമായി കാണുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അവരുടെ നിറഞ്ഞ സ്നേഹം എന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പയ്യോളി നഗരസഭയിലെ ചുവവയൽ മിനി സ്റ്റേഡിയം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമാക്കി അതിനെ മാറ്റും. കളിക്കാർക്കുള്ള വിശ്രമ മന്ദിരം, അതോടൊപ്പം തന്നെ കാണികൾക്കുള്ള ഗാലറി അടക്കമുള്ള ആധുനിക സൗകര്യത്തോടു കൂടി ചുവവയൽ മിനി സ്റ്റേഡിയം ആധുനികവൽക്കരിച്ചുകൊണ്ട് പയ്യോളിയിലെ കായിക പ്രേമികൾക്കായി സമർപ്പിക്കും. എൻ്റെ ഡിവിഷനിലെ ഏതാണ്ട് 50 ഏക്കറോളം വരുന്ന മരുപ്പുഴ, ആ മരുപ്പുഴ ഇപ്പോൾ തരിശായി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മരുപ്പുഴയിൽ ഒരു തടാകം നിർമ്മിച്ചുകൊണ്ട് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. മരുപ്പുഴ ലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്ഥാപിക്കുന്നതായിരിക്കും. എൻ്റെ ഡിവിഷനിലെ ഏതാണ്ട് 50 ഏക്കറോളം വരുന്ന മരുപ്പുഴ ഇപ്പോൾ തരിശായി കിടക്കുകയാണ്. ആ മരുപ്പുഴയിൽ നമ്മൾ ഒരു തടാകം നിർമ്മിച്ചുകൊണ്ട് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിരവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ പ്രദേശത്തിൻ്റെ, നമ്മുടെ വാർഡിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള ഒരു ടൂറിസം മേഖലയായി ആ മരുപ്പുഴയെ നമ്മൾ മാറ്റിയെടുക്കാൻ സാധിക്കും.